അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മഹാനാകിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂപ്പരോട് റൂഹിൻ്റെ മാലാക അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, യാ അത്വല നബിയ്യിൻ ഉംറൻ കൈഫ വജദ്ത ദുനിയ വലദ്ദതഹ. ദീർഘകാലം ജീവിച്ച നബിയെ, നബിമാരിൽ ദീർഘകാലം ജീവിച്ചവരെ, ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ എപ്രകാരമാണ് താങ്കൾക്ക് അനുഭവപ്പെട്ടത് എന്ന് ചോദിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, കറജുലിൻ ദഖല ബൈതൻ ലഹു ബാബാനി ഫഖാമ വസ്തൽ ബൈതി ഹനിയതൻ സുമ്മ ഖറജ മിൻ ബാബിൽ ആഖിരി. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഈ ദുനിയാവിൽ ഇരുവാതിലുകളുള്ളൊരു വീട്, ഒന്നാമത്തെ വാതിലിലൂടെ പുറത്ത് കടക്കുകയും അല്പസമയമൊന്ന് വീട്ടിൽ നിൽക്കുകയും എന്നിട്ട് മറ്റേ വാതിലിലൂടെ പുറത്ത് കടക്കുകയും ചെയ്ത ആ ഒരു അവസ്ഥ മാത്രമാണ് ഈ ദുനിയാവിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടുത്തെ സുഖ സൗകര്യങ്ങളും ഇവിടുത്തെ ആനന്ദങ്ങളും ഇവിടുത്തെ എല്ലാം എനിക്ക് അനുഭവപ്പെട്ടത് അപ്രകാരമാണെന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. അപ്പോൾ ദുനിയാവെന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കടലിലെ ആഖിറത്തെ അപേക്ഷിച്ച് ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് കടലിൽ ഒന്ന് മുക്കി തിരിച്ചെടുത്താൽ എത്രയാണോ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കുന്നത് അത്രേ ഉള്ളൂ ദുനിയാവും ആഖിറവും തമ്മിലുള്ള ബന്ധം. ഇതൊരു ഹദീസാണ്. അപ്പോൾ ദുനിയാവിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. അഴമാറുമ്മത്തി മാബൈന സിത്തീന വസബീന, കേവലം 70-60 വയസ്സിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആയുസ് നമ്മൾ മുതലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.